ഈ സംസ്ഥാന അതിർത്തികളിലെ പരിശോധന അത് ചെക്ക് പോസ്റ്റിലാണ് നടത്തുന്നതല്ലേ? നമുക്കറിയാം എക്സൈസ് വളരെ ഊർജ്ജസ്വലരായി പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മലപ്പുറം വഴിക്കടവിലെ ആനമറിയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റിന്റെ ഒരു അവസ്ഥ നമ്മൾ കാണണം. അതിശോചനീയമാണ്. നോക്കൂ, 2 കണ്ടെയ്നറുകളാണ് ഈ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം. 9 വർഷമായിട്ടും ഒരു തവണ പോലും ഇത് അറ്റകുറ്റപ്പണിയും നടത്തിയിട്ടില്ല. മഴയും കാറ്റുമൊക്കെ വന്നാൽ എന്താണ് ഉദ്യോഗസ്ഥർ ചെയ്യുക? അവർ ഇറങ്ങി ഓടേണ്ട അവസ്ഥയാണെന്നാണ് പറയുന്നത്. ഈ വിവിധ വകുപ്പുകളുടെ ചെക്ക് പോസ്റ്റുകൾ ഏകോപിപ്പിച്ചൊരു ചെക്ക് പോസ്റ്റ് കോംപ്ലക്സ് സ്ഥാപിക്കുമെന്നാണ് നേരത്തെയൊക്കെ ഉണ്ടായ പ്രഖ്യാപനം. അതൊന്നും ഇതുവരെ നടപ്പായില്ല എന്നും ഉദ്യോഗസ്ഥർ പറയും. 6ഓളം ഉദ്യോഗസ്ഥന്മാർ ഒരേ സമയം ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സ്ഥലത്ത് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നടത്താനോ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഒരു കാറ്റോ ഇടിയോ മഴ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബിൽഡിങ്ങിലേക്കാണ് അവർ മാറി നിൽക്കുന്നത്. ആ ഉണ്ടായിരുന്ന കണ്ടെയ്നറിന്റെ നടുക്കുണ്ടായിരുന്ന പാളികളൊക്കെ ചെതലും മാറാലിയും പിടിച്ച് അവിടെ ഇരിക്കാനോ നിൽക്കാനോ പറ്റ താഴെ ഭാഗത്ത് അപാരം ഒക്കെ കൊണ്ടുപോകണം. അതിൻ്റെ അകത്തേക്ക് മറിഞ്ഞു വീണ കണ്ടീഷനിലാണ് ഇപ്പം അത് നിൽക്കുന്നത്. ഒരു അറ്റകുറ്റപ്പണി ഇന്നേ വരെ നടത്തിയിട്ടില്ല. 2016 മുതൽ 9 വർഷമായി ഇവിടെ വന്നിട്ട്. അതേപോലെ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് കോംപ്ലക്സ് ആണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഇവിടെ പോലീസും ഫോറസ്റ്റും മോട്ടോർ വാഹന വകുപ്പും എല്ലാവരും കൂടെ സംയുക്തമായി ചെക്ക് പോസ്റ്റ് കോംപ്ലക്സ് ഉണ്ടാക്കാന്ന് നമുക്കതിന്റെ മുമ്പത്തെ മന്ത്രിസഭയിലെ മന്ത്രി ഉറപ്പ് തന്നതാണ്. പിന്നീട് ഒരു അളക്കുണ്ടായിട്ടില്ല. അഷ്കർ അലി കരിമ്പയാണ് ചേരുന്നത്. അഷ്കർ, പതിവ് പോലെ വാക്കുകളൊക്കെ പാഴ്വാക്കായിരിക്കുന്നു. നോക്കൂ, കാര്യക്ഷമമായി ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ നമ്മൾ പലപ്പോഴും നോക്കുകുത്തികളാകുന്നു, അല്ലെങ്കിൽ കാര്യമായ പരിശോധന നടക്കുന്നില്ല എന്നൊക്കെ കുറ്റം പറയാറുണ്ട്. പക്ഷെ അവരുടെ ഒരു സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ മഴയും കാറ്റും വന്നാൽ ഇറങ്ങി ഓടേണ്ട അവസ്ഥ എന്നൊക്കെ പറയുന്നത് ദയനീയം തന്നെയാണല്ലേ? വിവിധ സംസ്ഥാനത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടാണെന്ന് പറയേണ്ടി വരും. കാരണം അത്രയും ശോചനീയമായ അവസ്ഥയിലാണ് ഒരു സംസ്ഥാന അതിർത്തിയിൽ മലപ്പുറം ജില്ലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന തമിഴ്നാട് അതിർത്തിയിലുള്ള നാടികാണി ചുരത്തിന് താഴെയുള്ള വഴിക്കടവ് ആനമറിയിലെ എക്സൈസിന്റെ ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്നത്. ഈ 6ഓളം ഉദ്യോഗസ്ഥർ, അത് എക്സൈസ് ഇൻസ്പെക്ടറും പ്രിവെന്റീവ് ഓഫീസറും ഉൾപ്പെടെ 6ഓളം ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഓഫീസാണിത്. പക്ഷേ ഓഫീസ് എന്നതിന് പറയാൻ കഴിയില്ല. കാരണം 2 കണ്ടെയ്നർ റൂമുകളാണ്. 9 വർഷം മുമ്പ് സ്ഥാപിച്ചതാണ്. ഇപ്പോൾ അങ്ങേയറ്റത്തെ ശോചനീയമായ അവസ്ഥയിലാണ്. പല ഭാഗങ്ങളും ദ്രവിച്ച് തുരുമ്പ് പിടിച്ച അവസ്ഥ, പല ഭാഗത്ത് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥ, എലികളുടെയൊക്കെ ശല്യം കാരണം ഫയലുകൾ പോലും സൂക്ഷിക്കാൻ അവസ്ഥയില്ല. മാത്രമല്ല നിന്ന് തിരിയാൻ ഇടമില്ലാത്ത 2 കണ്ടെയ്നർ റൂമുകൾ. ഈ ഉദ്യോഗസ്ഥരുടെ ഓഫീസും വിശ്രമ സ്ഥലം എല്ലാം എന്ന് പറയുന്നത് ഈ 2 കണ്ടെയ്നർ റൂമുകളാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു കണ്ടെയ്നർ റൂം ഓഫീസായി പ്രവർത്തിക്കുമ്പോഴുള്ള ശോചനാവസ്ഥ. ഇതിൽ പിൻഭാഗമാണെങ്കിൽ അഗാധമായ ഗർത്തമാണ്. ഇപ്പോൾ തന്നെ താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നു. അതുകൊണ്ട് കാറ്റും മഴയും വന്നാൽ ഇറങ്ങിയാടേണ്ട അവസ്ഥയാണ്. ഇവർക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പോലുമില്ല. സൗകര്യങ്ങളിൽ അങ്ങനെ അങ്ങേയറ്റം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ അങ്ങേയറ്റത്തെ ദ്രവിച്ച അവസ്ഥയിലാണ് ഈ 2 കണ്ടെയ്നർ റൂമുകളും. ശരിയാണ് അഷ്കർ പറഞ്ഞതുപോലെ, നമ്മൾ ഉദ്യോഗസ്ഥരോട് ജോലി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതിനു വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കണം. മലപ്പുറത്തെ വഴിക്കടവിലെ അതിദയനീയമായ ചെക്ക് പോസ്റ്റിന്റെ കഥയാണ് അഷ്കർ പറഞ്ഞത്. അധികാരികളുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടുന്ന വിഷയമാണ്.